നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. ചാലക്കുടി ഗവൺമെന്റ് TTIയിലെ 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപയാണ് കൂടിയത്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ വില ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ വില ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് എണ്ണ വിപണന കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ വർധനവാണിത്. ഇതോടെ ഡൽഹിയിൽ ഡീസൽ വില ലിറ്ററിന് 95 രൂപ 20 പൈസയും പെട്രോൾ 102 രൂപ 12 പൈസയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 115 രൂപ 32 പൈസ, ഡീസലിന് 104 രൂപ 41 പൈസ. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ വില $100 താഴെയാണ് നിലവിലുള്ളത്. പശ്ചിമേഷ്യ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾ, ആഗോള അസംസ്കൃത എണ്ണവിലയിലെ വർധനവ്, എണ്ണ വിപണന കമ്പനികളിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം എന്നിവ, പെട്രോൾ ഡീസൽ വിലകളിലെ സമീപകാല വർധനവ് എന്നിവയാണ് ഇന്ധനവിലയിൽ പ്രതിഫലിക്കുന്നത്. അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്നുള്ളവ വാഴച്ചാലിലും തടയും. തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറ ഭാഗത്തു നിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തു നിന്ന് മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തടയും. ഈ ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കേണ്ടതാണ്. റോഡ് പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. മലക്കപ്പാറ റോഡിൽ കുമ്മാട്ടിയിലെ താൽക്കാലിക പാലം തകർന്നു. ഇതോടെ മലക്കപ്പാറയിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിലച്ചു. KSRTC ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഷോളയാർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ടാണ് മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ താൽക്കാലിക പാലം ഇടിഞ്ഞു വീണത്. അടിഭാഗം തകർന്നതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവെച്ച പഴയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ചെറിയ വാഹനങ്ങളെ കടത്തിവിടുന്നത്. കുമ്മാട്ടിയിലെ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും 7 മാസമായിട്ടും അതിന് സാധിച്ചില്ല. അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ കോടതി വെറുതെ വിട്ടു. 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു.
ഇവർ 50,000 രൂപ പിഴ അടയ്ക്കണം. മധുവിന്റെ അമ്മയ്ക്ക് 30,000 രൂപ നൽകണം. 16-ാം പ്രതിക്ക് 1 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. നിലവിൽ ജയിലിൽ കഴിഞ്ഞ സമയം കഴിച്ച് ബാക്കിയുള്ള കാലയളവിലെ ശിക്ഷ അനുഭവിച്ചാൽ മതി. 16-ാം പ്രതി ഉടൻ തന്നെ കീഴടങ്ങി ബാക്കിയുള്ള ശിക്ഷാ കാലാവധി അനുഭവിക്കണമെന്നും കോടതി. 2018-ൽ അട്ടപ്പാടി മുക്കാലിയിൽ ആൾക്കൂട്ട മർദ്ദനമേറ്റാണ് മധു മരിച്ചത്. ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതികളുടെയും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെയും അപ്പീലുകളാണ് കോടതി പരിഗണിച്ചത്. മധുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കേസിലെ പ്രതികളെല്ലാം കോടതിയിൽ ഹാജരായിരുന്നു. 2018 ഫെബ്രുവരി 22-നാണ് മുക്കാലിയിൽ ആദിവാസി യുവാവായ മധുവിനെ ഒരു സംഘം ആൾക്കൂട്ടം മോഷണക്കുറ്റം ആരോപിച്ച് കൈകൾ ബന്ധിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. പിന്നീട് അഗളി പോലീസിന് മധുവിനെ കൈമാറി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ മധു മരിച്ചു. കേസിൽ ആകെ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ മണ്ണാർക്കാട് കോടതി വെറുതെ വിട്ടിരുന്നു. വിചാരണയ്ക്ക് ശേഷം 2023 ഏപ്രിൽ 5-നാണ് കോടതി ശിക്ഷ വിധിച്ചത്. 14 പ്രതികളിൽ 13 പേർക്കും 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് പ്രതികളെ ശിക്ഷിച്ചത്. 16-ാം പ്രതി മുനീറിന് 3 മാസം തടവും 500 രൂപ പിഴയും വിധിച്ചു. ചാലക്കുടി ഗവൺമെന്റ് TTIയിലെ 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിജി ജോജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ചാത്തക്കുട്ടി അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ VJ ജോജി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പാൾ അജു P ആന്റണി, ആൻസി S ആൻസില, ലൗലി ചന്ദ്രൻ, CS ജിനക്സ്, A ആകാശ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒളിച്ച് താമസിപ്പിക്കും. അപ്പോൾ ആ കാലം അറിയുമ്പോൾ അവർ വാപ്പൊക്കെ പിടിക്കും. 3 മാസം അവിടെ താമസിപ്പിക്കുന്നു. കഴിഞ്ഞപ്പോൾ കുട്ടി വിക്കറായി തീർന്നതാണ് ഐതിഹ്യം. ഒളിപ്പിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ അമ്മ തന്നെ വളർത്തമ്മയെ തിരികെയും വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ നിലയ്ക്ക് അവന് മോസസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടി വളർന്നു വരുന്ന എല്ലാവിധ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. കായിക വിദ്യ മെഡിക്കലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അവൻ പുറത്തിറങ്ങണം. ഈ ഒരാളല്ല, നിന്റെ മുൻപിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിന്റെ ജനതയെ മോചിപ്പിക്കാനുള്ളവനാണ് നീ. ചരിത്രത്തില് വലിയ റോള് നീ വഹിക്കാനുള്ളവനാണ്. അങ്ങനെ ഈ കുട്ടിയെ വളർന്നു വരുത്താനും ഒരു ജനതയെ ഒരു മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മർദ്ദിക്കുന്നതാണ്. ഒറ്റ ആരോഗ്യമുള്ളവരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവന്റെ ഗ്രൂപ്പിൽ 2 പേരെ വഴക്കിടുമ്പോൾ പറയും സംഭവം പറവ് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പൊന്നു മാറി എന്റെ സ്ഥാനം. അഞ്ജന BN, അനുഷ, ആഷിമ തോമസ്, രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4-ാം തവണയും ഇന്ധനവില വർദ്ധിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിപണിയിലെ അസ്ഥിരത തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും വില ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് ആഗോള ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും ക്രൂഡ് ഓയിൽ വിപണിയെ അസ്ഥിരതയിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും വില വർദ്ധിക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പൊതുമേഖലാ എണ്ണ കമ്പനികൾ തിങ്കളാഴ്ച പെട്രോൾ വില ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ മെയ് 15-ന് ശേഷം പെട്രോളിന് മൊത്തം 7 രൂപ 35 പൈസ, ഡീസലിന് 7 രൂപ 53 പൈസയും വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ ഇപ്പോൾ പെട്രോൾ വില ലിറ്ററിന് 102 രൂപ 12 പൈസയും ഡീസൽ വില 95 രൂപ 20 പൈസയുമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായാണ് ദേശീയ തലസ്ഥാനത്ത് പെട്രോൾ വില 100 രൂപ കടക്കുന്നത്. ഫെബ്രുവരി അവസാന വാരം ആരംഭിച്ച US ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്കിടയിലാണ് ഈ വില വർധനവ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത തടസ്സമാണ് എണ്ണവില കുതിച്ചുയരാൻ പ്രധാന കാരണം. നിലവിലെ വില വർധനവ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് എണ്ണ വ്യവസായ രംഗത്തെ പ്രമുഖരും ഊർജ്ജ വിദഗ്ധരും പറയുന്നത്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തും ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടും വില കൂട്ടാതെ പിടിച്ചു നിർത്തിയതുമായി ഉണ്ടായ നഷ്ടം നികത്താൻ പൊതുമേഖലാ കമ്പനികൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം.
ഫെബ്രുവരി 27 ബാരലിന് $72.87 ആയിരുന്ന ബ്രന്റ് ക്രൂഡ് വില സംഘർഷം രൂക്ഷമായതോടെ മാർച്ചിൽ ഏകദേശം $120 ഉയർന്നിരുന്നു. നയതന്ത്ര ചർച്ചകൾ നൽകിയ പ്രതീക്ഷയിൽ അടുത്തിടെ വില അല്പം കുറയുകയും താൽക്കാലികമായി $100 താഴെ എത്തുകയും ചെയ്തെങ്കിലും നിലവിലെ ക്രൂഡ് ഓയിൽ വിപണി ഇന്ത്യൻ ഇന്ധന വിതരണക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ തക്കവണ്ണം ഉയർന്നതാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. മുമ്പ് പ്രതിദിനം 1000 കോടി രൂപയോളമായിരുന്ന കമ്പനികളുടെ മൊത്തം നഷ്ടം തുടർച്ചയായ വില വർധനവിലൂടെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി മാറിയിട്ടില്ല. ബ്രന്റ് ക്രൂഡ് വില ദീർഘകാലത്തേക്ക് $100 താഴെയായി സ്ഥിരപ്പെടാതിരുന്നാൽ അഞ്ചാമതൊരു വില വർധനവിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപയാണ് കൂടിയത്. 1,16,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 30 രൂപയാണ് ഉയർന്നത്. 14,610 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിൽ എണ്ണ വില താഴ്ന്നതാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $100 താഴെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തി അമേരിക്കയും ഇറാനും ഉടൻ തന്നെ സമാധാന കരാറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് എണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തിയാർജിക്കുമെന്ന പ്രവചനങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം വന്നാൽ ഡോളറിന്റെ മൂല്യം വീണ്ടും ഉയരുമെന്ന കണക്കുകൂട്ടൽ സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. എടലക്കാട് ഗ്രാമീണ വായനശാലയുടെയും സമന്വയ സാംസ്കാരിക സമിതിയുടെയും വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സമന്വയ പ്രസിഡന്റ് TM യാക്കോബ് അധ്യക്ഷനായി. കവി സച്ചിദാനന്ദൻ പുഴങ്കര മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി VG സേതു, മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ബിജു പാലാട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി വർഗീസ്, ജിതിൻ പവിയാനോസ് എന്നിവർ പ്രസംഗിച്ചു. കലാസന്ധ്യകളുടെ ഉദ്ഘാടനം അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമന്വയ ജോയിന്റ് സെക്രട്ടറി ധന്യ ജോയ് അധ്യക്ഷയായി. ലിജോ ആന്റണി, ഷോളി വെമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ സിജു, സുരേഷ് മൂക്കന്നൂർ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. സമന്വയയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സസൂക്ഷ്മം നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമാണിത്. കാരണം വലിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയെടുക്കുവാനായിട്ട് സഹായിക്കുന്നത്. അത്തരത്തിൽ ഇത് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയായി, ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമായി ഇത് മാറി മുന്നോട്ട് പോകുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് തുടക്കം കുറിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഇതിനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു ഭൂരിപക്ഷമാണ്. അത് നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് സാധ്യമായതാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ ഏതൊരു കാര്യത്തിലും നിങ്ങളോടൊപ്പം കക്ഷി രാഷ്ട്രീയമോ ജാതിമത ചിന്തകളോ വലിപ്പച്ചെറുപ്പമോ ഒന്നും നോക്കാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. സമന്വയയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. ഇനിയും വായനശാല ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കവി, ഒരു വലിയ കവി നമുക്കിടയിലുണ്ടായിരുന്നു. അതിന് കാരണമായിട്ട് അദ്ദേഹം
നോർത്ത് കാർ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC, എക്സൈസ് വിമുക്തി എന്നിവയുടെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഡ്രൈവർമാർക്കു വേണ്ടി സൗജന്യ നേത്ര ശ്രവണ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷിബു വാലപ്പൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ KV പോൾ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K രാജു, OS ചന്ദ്രൻ, VJ ജോജി, ജിയോ കിഴക്കുതല, ഷിഫ സന്തോഷ്, ബൈജു മഠത്തിപ്പറമ്പിൽ, ജോഷി കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ആൻ രേഷ്മ, ഡോക്ടർ അക്ഷയ് ഉണ്ണി, ഡോക്ടർ അമൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഒരു ക്യാമ്പായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതായത് ചാലക്കുടിയിലെ എല്ലാ മാന്ത്രികരെ പോലെ പോരാളിയായിരുന്ന മായന്മാരുടെ സാഹസിക കഥകൾ പറഞ്ഞും കേട്ടും അവതരിപ്പിച്ചും ഒരു പകൽ ആനന്ദത്തിന്റെയും അറിവിന്റെയും അവസാന വാക്കായി മാറി. അങ്കമാലി CSA ഹാളിൽ അവതരിപ്പിച്ച കുട്ടിക്കൂട്ടം വർക്ക്ഷോപ്പാണ് ആനന്ദത്തിന്റെയും അറിവിന്റെയും അവസാന വാക്കായി മാറിയത്. കുട്ടികൾക്കൊപ്പം എത്തിയ രക്ഷിതാക്കളെയും വർക്ക്ഷോപ്പ് ആവേശത്തിൽ എത്തിച്ചു. 100-ലധികം കുട്ടികളാണ് വർക്ക്ഷോപ്പിലെത്തിയത്. മായൻ ചിത്രകഥാ പുസ്തകം കുരുന്നുകളുടെ കൈകളിലേക്ക് ആദ്യം എത്തിച്ചു നൽകി. പുസ്തകം വായിച്ചും പടങ്ങൾ കണ്ട് രസിച്ചും നിന്ന കുട്ടികൾക്ക് മായൻ കോമിക്സ് ടീം ആദ്യത്തെ ടാസ്ക് നൽകി. കളരിപ്പയറ്റ് അഭ്യാസത്തിലും മായാജാലത്തിലും നിപുണനായ മായന്റെ ആയുധം നിർമ്മിക്കലായിരുന്നു കുട്ടികളുടെ ആദ്യത്തെ ടാസ്ക്. രഹമ്യ മോഡലിലായിരുന്നു കുട്ടികളുടെ അടുത്ത പരീക്ഷണം. നിശ്ചിത അളവിലുള്ള കളിമണ്ണും വെള്ളവും കുട്ടികൾക്ക് നൽകി. അതുകൊണ്ട് ഇഷ്ടമുള്ള രൂപം തയ്യാറാക്കാൻ മായൻ ടീം ആവശ്യപ്പെട്ടു. കുട്ടികളുടെ യഥാർത്ഥ സർഗാത്മകത അതിലൂടെ വെളിച്ചത്ത് വരികയായിരുന്നു. കിണർ, വീട്, മല, പാത്രം, പൂവ്, വഞ്ചി, താറാവ്, പക്ഷികൾ എന്നിങ്ങനെ കളിമണ്ണ് കൊണ്ട് കുട്ടികൾ പല രൂപങ്ങൾ തീർത്തു. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വർക്ക്ഷോപ്പിൽ എത്തിയത്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായതിനാൽ പുതിയ കൂട്ടുകാരെ കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞു. അവധിക്കാലത്തിന്റെ അവസാന നാളുകളിൽ അടിച്ചു പൊളിക്കാൻ കിട്ടിയ അവസരം സന്തോഷത്തോടെ കുട്ടികൾ വിനിയോഗിച്ചു. അടുത്ത കൊല്ലം മാതൃഭൂമി കുട്ടിക്കൂട്ടത്തിന്റെ 3ാം സീസണിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ പിരിഞ്ഞത്. ആനിമി ആയിട്ടും സൂപ്പർ ഹീറോ ആയിട്ടും ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഉണ്ടെങ്കിലും കേരളത്തിന് സ്വന്തമായിട്ടൊരു കോമിക് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ അത് കുറവാണ്. സോ ഞങ്ങൾ ഒരു ആനിമേഷൻ സ്റ്റുഡിയോ ആണ്. ഞങ്ങൾ സ്വന്തമായി കേരളത്തിന്റെ സ്വന്തം കഥകൾ പറയാനായിട്ട് മായൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോനെ കൊണ്ടുവരാണ്. അതിന് പ്രൊമോഷന്റെ ഭാഗമായി ഇവിടെ മാതൃഭൂമി കുട്ടിക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് വരാൻ പറ്റി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു 100-ന് മേലെ കുട്ടികൾക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവരുടെ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റി. മാതൃഭൂമിയോട് വളരെയധികം നന്ദിയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. ചാലക്കുടി ഗവൺമെന്റ് TTIയിലെ 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപയാണ് കൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.